വാർദ്ധക്യത്തിൽ എത്തിയവരും മാനസിക ശാരീരിക രോഗങ്ങൾ നേരിടുന്നവരും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു ഭാരമായി തീരാറുണ്ടോ സഹോദരങ്ങളെ? തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഒരു സാന്നിധ്യം അനുഗ്രഹമായി കാണുവാൻ ഈ പുതുവത്സരത്തിൽ സാധിക്കുകയാണെങ്കിൽ ജീവിതം ധന്യമായി, ജീവിതത്തിൽ കുറച്ചും കൂടെ സന്തോഷം അനുഭവിക്കുവാനായി നമുക്ക് സാധിക്കും. ഒരു സഹോദരി എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ചോ, ഏകദേശം 16.5 വർഷമായി എൻ്റെ അപ്പച്ചൻ കിടപ്പ് രോഗിയായിരുന്നു. ഞാൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു, അപ്പച്ചനെ സഹായിക്കുമായിരുന്നു. എൻ്റെ ജോലി, എൻ്റെ പ്രൊഫഷൻ അത് ചെയ്യുവാനും ഞാൻ തയ്യാറാകുമായിരുന്നു. ചിലപ്പോഴൊക്കെ അപ്പച്ചനെ സഹായിച്ചു കഴിയുമ്പം അപ്പച്ചൻ എന്നോട് പറയും, മകളെ ഒന്നിരിക്കാമോ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പച്ചൻ പറയുവാനായിട്ട് ശ്രമിക്കും. 3-4 സെൻറ്റൻസ് മാത്രമേ അദ്ദേഹത്തിന് പറയുവാനായിട്ട് പറ്റുകയുള്ളൂ. അധികം സംസാരിക്കാനും പറ്റില്ലാത്ത ഒരു സാഹചര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സ്നേഹവാത്സല്യം, അദ്ദേഹത്തിൻ്റെ നോട്ടം, അദ്ദേഹത്തിൻ്റെ നിശബ്ദത, അതൊക്കെ ആ സഹോദരിക്ക് വലിയ ഒരു അനുഗ്രഹമായി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആ അപ്പച്ചൻ നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. ആ സഹോദരി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ചോ, അപ്പച്ചൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ശക്തിയായിരുന്നു. അപ്പച്ചൻ കട്ടിലിൽ രോഗിയായി കിടക്കുകയായിരുന്നു. പക്ഷേ ആ അപ്പച്ചൻ്റെ സാന്നിധ്യം എനിക്ക് ഭയങ്കര ശക്തിയായിരുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരുള്ളപ്പം അത് ഭയങ്കര ശക്തിയാണ്. അവർ രോഗിയായിക്കൊള്ളട്ടെ, അവർക്ക് വലിയ വേദനയിലൂടെ അവർ പോയിക്കൊള്ളട്ടെ, പക്ഷേ അവർ ഭാരമായി തീരാതെ അവരെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി. അതിനാൽ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ സാന്നിധ്യം ഈ പുതുവത്സരത്തിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്. അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറും. കാരണം അനുഗ്രഹപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അതെ, ഈ പുതുവത്സരത്തിൽ നല്ലൊരു തീരുമാനമെടുക്കാം, കുറച്ചും കൂടെ ക്രിയാത്മകമായി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായി തീരുന്ന രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട്, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായി 2026 പ്രത്യേകമായി ശ്രദ്ധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.